ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ലൈം ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലൈം ജ്യൂസാണിത്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കുടിക്കുന്നത് പോലെ നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ലൈം ജ്യൂസ് തന്നെയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണിത്. അപ്പം നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേപ്പ് ലൈം ജ്യൂസ് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് മുന്തിരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബ്ലാക്ക് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്, കുരുവില്ലാത്ത മുന്തിരിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മുന്തിരി നല്ല മധുരമുള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഐസ് വാട്ടർ വേണമെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഐസ് വാട്ടറല്ല ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ നമ്മുടെ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ ഇവിടെ നല്ലതുപോലെ തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ 2 ഗ്ലാസ് എടുക്കാം. ഗ്ലാസ്സിലേക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ജ്യൂസ് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ലൈം ജ്യൂസ് കുടിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.